ോട്ട് വരുന്നുണ്ട് കണ്ടോ. ഇത് കണ്ടോ, ഇത് കോമ്പയ്ക്ക് അടുത്ത് ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കേ ഇന്ന് ഒത്തിരി നാളായില്ല കമ്പ ഇറങ്ങിപ്പോയിട്ട്. വഴിയെല്ലാം അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയില്ലായിരുന്നു. വഴി അടച്ചൊരു മാസം അടച്ചിട്ടില്ല, മാസമല്ല 1.5 മാസം അടച്ചിട്ടു കിടന്നായിരുന്നു. അതിന് മുമ്പ് നമ്മൾ പോയത്. അത് കഴിഞ്ഞിട്ട് വഴി തുറന്നിട്ട് ഇപ്പൊ ഒരു 10-15 ദിവസമായല്ലേ. അത് കഴിഞ്ഞ് കുറേ നാളായി. ഇത്രയും ദിവസമായി. കാര്യം ചെയ്യാം, നമുക്കൊന്ന് കമ്പം വരെ പോയി നോക്കാം. ഇവിടെ ഏതായാലും മഴയുണ്ട്. അതെ, അപ്പൊ കമ്പത്തും മഴയുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ അല്ലേ. അറിയാം. വഴിപണിയായിരുന്നേ ഇവിടെ ഒക്കെ പണിതല്ലേ. ഈ വളവ് കഴിഞ്ഞിട്ട് അങ്ങോട്ടായിരുന്നു. ഈ വളവിന്റെ പേര് തണ്ണി വളവെന്നാ. തണ്ണി വളവ്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വെള്ളമൊഴുക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ തണ്ണി വളവ് എന്ന് പേര് വന്നത്. എന്തായാലും ഈ തണ്ണി വളവ് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ആ സൈഡെല്ലാം നല്ലപോലെ ഓടയൊക്കെ അടിയിൽ കൂടെ തന്നെ ഓടയാക്കി കേട്ടോ. നല്ല സെറ്റപ്പ് ആക്കിയല്ലേ വഴി. ഇതും പിന്നെ താഴോട്ട് കുറെ കലുങ്കുകളൊക്കെ ഉണ്ടായിരുന്നേ. എല്ലാം നല്ല സെറ്റ് ചെയ്തുണ്ട്. ഒരു കുരങ്ങൻ ഇരുന്നിട്ട് നോക്കി വെള്ളം കുടിക്കുന്നത് അവന് മനസ്സിലായില്ല. ആ കുപ്പി തിരിച്ചു പിടിച്ചാവും കുടിക്കുന്നത്. ഇഷ്ടം പോലെ ആളുണ്ടല്ലോ. ഇന്ന് കഴിക്കാനൊന്നും ആൾക്കാർ ഇതിലിപ്പോ ആൾക്കാർ വരവ് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഞായറാഴ്ചയും കൂടെ അല്ലേ, അതുകൊണ്ട് എല്ലാരും പട്ടിണിയാന്ന് തോന്നുന്നു. മഴ നനഞ്ഞിരിക്കുകയാണേ. അതെ, എന്നാൽ ഈ വഴി ഇറങ്ങി പോകുന്നത് നല്ല രസമല്ലേ. എത്ര പ്രാവശ്യം പോയാലും മടുക്കുകയില്ല. എന്നാണേലും കമ്പത്തിനൊന്ന് പോയിട്ട് വന്നു കഴിയുമ്പോ ഒരു സന്തോഷം കിട്ടും. സ്വന്തം നാട്ടിൽ പോയല്ലോ തോന്നലല്ലേ. അതെ, ചായ കുടിക്കാൻ കമ്പത്തേക്ക്. മഴ പെയ്തപ്പോഴത്തേക്കിന് മൊത്തം പച്ചപ്പായല്ലേ. ഈ വേനലാകുമ്പോഴത്തേക്കിനും ഇതെല്ലാം ഉണങ്ങും. വെള്ളമില്ലാതെ വരുമ്പോഴേ മഴ അങ്ങ് പെയ്തപ്പോഴത്തേക്കിനും നല്ല പച്ച കളറായി. മുഴുവൻ ഇലകളെല്ലാം ആയിട്ട് തളർത്ത് നിൽക്കുന്നു. നല്ല വൈബുള്ള വഴിയാ. വെയിലൊന്നും ഇല്ലാത്തോണ്ടേ കുറച്ചിടെയൊക്കെ വീതി കൂട്ടി. പിന്നെ കുറെ കലുങ്കുകളെല്ലാം നല്ലപോലെ പണിതു. ഇനിയിപ്പോ ഇതിലെ ഒരു പ്രത്യേകതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള മെറ്റൽ ഐറ്റംസ്, അതായത് നിർമ്മാണ സാമഗ്രികളെല്ലാം കൊണ്ടുവരുന്നത് നിരോധിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഇതിലെ ടോറസുകളൊന്നും വരുന്നില്ല. എല്ലാ വണ്ടികളും ഇവിടെ നിന്നുള്ള വണ്ടികളെല്ലാം ഇപ്പം പെരുമ്പാവൂര്, പിന്നെ കാലടി, മൂവാറ്റുപുഴ, തൊടുപുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാണ് ഇങ്ങോട്ട് ഈ ഇടുക്കി ജില്ലയിലെ ഉള്ള നിർമ്മാണ സാധനങ്ങളെല്ലാം എം സാൻഡ്, ബി സാൻഡ്, മിറ്റില്, മണലൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഭയങ്കര വിലയായി. തമിഴ്നാടുകാർ നമുക്കൊന്നും തരുവല്ലേ. അല്ല, അവർക്ക് അവിടെ ആവശ്യമുണ്ട്. നമ്മുടെ ഇവിടെ ആവശ്യത്തിനുള്ള സാധനമുണ്ട്. ആറ്റിലും തോട്ടിലൊക്കെ ഇഷ്ടംപോലെ മണലൊക്കെ കിടപ്പുണ്ട്. ആരും വരാൻ സമ്മതിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമ്മളില്ലാത്ത ഭയങ്കരമായ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ഉള്ള സ്ഥലത്ത് പോയി എടുത്തുകൊണ്ട് വരണ്ടേ. ഇടുക്കി ജില്ലയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ക്രഷറുകളും പാറമടകളും ഒക്കെ ഒത്തിരി കുറഞ്ഞില്ലേ. തൊടുപുഴ സൈഡിലോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ കുറച്ച് പേപ്പറുകളുള്ള പാറമടകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ഉണ്ട്. ഇവിടുന്ന് എത്ര ദൂരം പോയാലോ തൊടുപുഴയൊക്കെ ചെല്ലണമെങ്കിൽ. അവിടെ ഇപ്പൊ ഇവിടെ നിന്നുള്ള വണ്ടികളെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവിടെയും വില കൂട്ടി. അവിടെ എല്ലാം സാധനത്തിന് ഭയങ്കര വിലയായി. എന്നാണ് റോഡൊക്കെ പണി തീർന്നപ്പോ നല്ല സൂപ്പറായല്ലേ. ഉണ്ടോ വഴിയിലോട്ട് മരം എല്ലാം കൂടെ വീണ് കിടന്ന് ബ്ലോക്കായി കേട്ടോ. ഇപ്പൊ ആൾക്കാർ വന്ന് മാറ്റണം ഇത്. എല്ലാം കൂടി ഇരിഞ്ഞു പോകുന്ന മരത്തേലുണ്ടായിരുന്ന വള്ളിയെല്ലാം കൂടെ താഴെ വീണതാ. ഇവിടെ കൊറേ കുരങ്ങന്മാരെ കാണുന്നതായിരുന്നു. കുരങ്ങന്മാര് കുറവാ കേട്ടോ. അവിടെ ഒരാളിരിപ്പുണ്ട്, ബാക്കി എല്ലാരും എന്ത് ചെയ്യണം. നമ്മുടെ മരമായി കേട്ടോ. നമ്മളെ കണ്ടോ, നമ്മുടെ മരം കണ്ടോ. അതെ, അടിപൊളി മരം. എങ്ങനെയുണ്ടോ നമ്മുടെ മരം? ഇതിന്റെ വേരുകളെല്ലാം താഴോട്ട് വരുന്നുണ്ടല്ലേ. നല്ല രസമല്ലേ കാണാൻ. അവിടെ ഇരുട്ടല്ലേ മരത്തിന്റെ അവിടെ. അതെ, അത് നല്ല പോലെ നല്ല കട്ടിക്കല്ല നിൽക്കുന്നത്. മഴയില്ലല്ലേ. മഴയില്ല, മഴ കുറവാ. അറിയത്തില്ല. ഇനി പറഞ്ഞ പോലെ താഴെ ചെല്ലുമ്പോ മഴ കാണുമോ. കമ്പത്ത് മഴയാണോന്ന് കണ്ടോ. വന്ന വഴി നല്ല രസമുണ്ട്. ഇന്നിപ്പോ മഴയില്ലാത്തതുകൊണ്ടേ താഴോട്ട് മഴ കുറവല്ലേ. ഇപ്പൊ നല്ല കൃഷികളൊക്കെ ഇഷ്ടം പോലെ ആയി അവിടെ എല്ലാം. അവിടെ മഴ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം തളർത്ത് കയറിയെന്ന് തോന്നുന്നു. നല്ല രസമായി കാണാൻ. ഇവർക്ക് ഈ വെയിലാ ഇഷ്ടം കേട്ടോ. ഇവർക്ക് മഴ ഇഷ്ടമില്ല. അവരവിടെ വരുമ്പോഴാണേലും തണുപ്പാണേന്ന് പറഞ്ഞ് ഓടുവല്ലേ. അതെ 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 അതെ. ഒരു പ്രത്യേകതയുണ്ട്, എന്നാന്നറിയോ. ഒരു അവധി ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബോർഡർ സൈഡിൽ താമസിക്കുന്ന മലയാളികളെല്ലാം കമ്പത്തോട്ട് പോകും. കമ്പത്തുള്ളവരെല്ലാം മേളിലോട്ട് വരും. രാമക്കൽമേട്, കാറ്റാടിപ്പാടം വരുന്നതാ. ബാക്കി ഇവിടെ ഉള്ളവർ കമ്പത്തുനിന്ന് പച്ചക്കറി സാധനമൊക്കെ വാങ്ങിച്ച്
കമ്പത്തൂടെ ഒക്കെ കറങ്ങിയിട്ട് പോകാനായിട്ട് നമ്മൾ ഇങ്ങോട്ടും വരും. വരുന്ന വഴിക്ക് എന്തേലും ബൈക്കാ നമ്മള് ഇവിടുന്ന്. അതെ അതെ അതെ. ഇവിടെ സ്ഥിരമായിട്ട് 2-3 മ്ലാവ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും മിക്കവാറും ദിവസം വരുമ്പം കാണാമായിരുന്നു. ഈ പ്രാവശ്യം ഇല്ല. പ്രാവശ്യം അവന്മാരെല്ലാം ആ പാറയുടെ ആ ഭാഗത്തൊക്കെയാണ് കാണുന്നത്. ആ ഏരിയയിലൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇഷ്ടംപോലെ അവന്മാർക്ക് തിന്നാനുള്ള സാധനങ്ങളായല്ലോ. അതെ അതെ. ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട പുല്ലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുണ്ട്, ഇത് നമ്മൾ കമ്പത്തിന് താഴോട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് അടിവാരം എത്തുമ്പോൾ ഉള്ളൊരു ഹോം സ്റ്റേ പോലത്തെ ഒരു സംഭവം കേട്ടോ. വാനം വൈൽഡ് ലൈഫ് ക്യാമ്പ്. വനത്തിൽ താമസിക്കണമെന്ന്. എന്നാ അങ്ങനെ തിരുത്തിയിരിക്കുന്നു. വനം കുഴപ്പമില്ലല്ലോ അല്ലേ? നല്ല സ്റ്റേ കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ താമസിച്ചാ. എങ്ങനെയുണ്ട്? പുളി നല്ലപോലെ ഇലയായിട്ട് നിൽക്കുന്നതാണോ? കായെല്ലാം പഴുത്ത് പറിച്ചു, അടുത്ത തളർത്തു. കംപ്ലീറ്റ് കായും പറിച്ചു. ഇനി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അടുത്ത് മുഴുവൻ തളുത്ത് പോകും. കംപ്ലീറ്റ് നല്ല രസമായിട്ടുണ്ട് അല്ലേ? തമിഴ്നാട് മൊത്തം ഇങ്ങനെ റോഡ് സൈഡിൽ കൂടി വലിയ പുളിമരം അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് പോലെ ഉള്ള അവര് ഏതൊരു മാർഗത്തിലും അവരൊരു വരുമാനം കിട്ടുന്ന രീതിയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, റോഡ് സൈഡ് ആണെങ്കിലും വെറുതെ പോകണ്ടത്. എല്ലാ സാധനത്തിനും ഒരു വരുമാനം കണ്ടെത്തും. മേളി വന്ന് കണ്ടോ, ഒരു ആക്രി വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു. മേളിൽ നിന്നുള്ള ആക്രി എല്ലാം അവർ പറിക്കൊണ്ട് പോകും. അവരെല്ലാ ദിവസം വരും, ഒരു മഞ്ഞ ഓട്ടോയും കൊണ്ട്. 3-4 പേരുണ്ട്. തിരിച്ചു വരുമ്പം വണ്ടി നിറഞ്ഞേ വരുള്ളൂ. ഇതുണ്ടോ, ഇവിടെ ഒരു പിന്നെ വളത്തിന്റെ ഒരു ഫാക്ടറി കേട്ടോ. വേപ്പും പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന ഇവിടെ. നമ്മളിവിടെ ഏലത്തിന് ഇവിടുന്ന് സാധനം എടുത്താ വേപ്പും പിണ്ണാക്കൊക്കെ കുറെ വന്നെടുത്താ. ഇവിടെ എല്ലാം കൃഷികൾ ഒരു റൗണ്ട് കൃഷി കഴിഞ്ഞു കേട്ടോ. ഇത് ചെറുപയറാന്ന് തോന്നുന്നു. അതിനകത്ത് മഴക്കുള്ള ഭയങ്കര മേഘങ്ങളൊക്കെ കേറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ മഴ പെയ്താൽ പെട്ടെന്നേ റോഡെല്ലാം വെള്ളമാകുമായിരിക്കും അല്ലേ? ഓടയെല്ലാം നിരപ്പ് സ്ഥലമല്ലേ, പെട്ടെന്ന് വെള്ളമാകും. ഇട്ടിരിക്കുന്നത് എന്നാന്നൊരു മനസ്സിലാകുന്നില്ലല്ലോ. നമ്മൾ കണ്ടിട്ടില്ല, ഒന്ന് പറിച്ചു നോക്കിയാലോ? ആരെങ്കിലും ഓടിക്കും. അവിടെ ഒരു അക്ക നിപ്പുണ്ട്, അവര് പറിക്കുന്നുണ്ടത്. നോക്കണോ? എന്നാന്ന് പിടി കിട്ടുന്നില്ല. ഞാൻ ഓർത്ത ചെറുപയറാണെന്നാ. ഇറങ്ങണ്ടായിരിക്കും. ചെറിയ ഒരെണ്ണം പറിച്ചു നോക്കാല്ലേ. എന്തോ ഒരു കായാണ്, പക്ഷെ ഇതെന്നാന്നൊരു പിടിയും കിട്ടുന്നില്ല. രസമല്ലേ? എള്ളാന്ന് തോന്നുന്നല്ലേ? ഇതുണ്ടോ പാടം, മല, നല്ല രസം. മല ചുറ്റും മലയാ തമിഴ്നാട്. ഇത് എള്ളാടാ. ഇതുണ്ടോ എള്ള് കൃഷിയാ. പോയേക്ക അല്ലേ? എള്ള് കൃഷി, എള്ളുപാടം. അടുത്ത കൃഷിക്കായിട്ട് നിലമെല്ലാം കൊണ്ടോ JCBക്ക് കംപ്ലീറ്റ് ഒരുക്കുക. നല്ല മണ്ണല്ലേ? അതെ അതെ. ഒരു എന്നാ പറയുന്നല്ലേ, ഇവര് ഒരു കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അടുത്ത കൃഷി സെറ്റ് ആവുക. അതിനി ഇത് മൊത്തം ഒരുക്കി അടുത്ത കൃഷി ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്തൂടെ ഫുള്ള് ചെറിയ ഓസിട്ട് വെള്ളം സംവിധാനമൊക്കെ എടുത്ത് മാറ്റണേലൊക്കെ എന്ത് പണിയായിരിക്കും. പുളിയുടെ എല്ലാം അടിവശത്തെ കമ്പെല്ലാം വെട്ടി എന്നിട്ട് നല്ല മേളിലോട്ട് പടത്തി വിട്ടേക്കും. ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നല്ലോ, ഒരു തിരക്കും ഇല്ലല്ലേ? വലിയ തിരക്ക്, ആകപ്പാടെ ഒരു ശാന്തത അല്ലേ? നമ്മുടെ കമ്പം ഇങ്ങനെയല്ല, എപ്പോഴും നല്ല തിരക്ക് വരുന്നല്ലേ. ടൗണിലോട്ട് ചെല്ലുമ്പോ അറിയാം കേട്ടോ. അതെ, ഇവിടെ ഒരു വീടിന്റെ മുറ്റത്തെ മാതള നാരങ്ങ നിറച്ചുണ്ടായി കിടക്കുന്നു. നമ്മളവിടെ ഒന്നും വെച്ചാൽ ഉണ്ടാകത്തുമില്ല. അങ്ങനെ കായ ഉണ്ടാകുമല്ല. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പുറം ചെല്ലുമ്പോ അറിയാം. ഈ കമ്പത്ത് വന്നാൽ വണ്ടി ഓടിക്കുന്നത് വളരെ സൂക്ഷിച്ച് ചുറ്റും കണ്ടു വേണം. എവിടുന്നൊക്കെയാ വണ്ടി വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇതിലേക്ക് അവർക്ക് അങ്ങനൊന്നുമില്ല. റോഡ് ഇതിലെ കാണുന്നവരും അങ്ങനെ വരും. ഇതുണ്ടോ ഒരെണ്ണാച്ചി വരുന്നുണ്ടോ? അവിടെ തുണിയുടെ മേള നടക്കുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നളിയ, തുണിയും വേണ്ട മണിയും വേണ്ട. അതിന് കാണുന്നതിന് കാശ് കൊടുക്കണ്ടല്ലോ. എക്സിബിഷനാന്ന് തോന്നുന്നു. നമുക്ക് കയറി ഒന്ന് ചുമ്മാ കാണായിരുന്നു. വലിയൊരു ഹാളാ. അത് നമുക്ക് നോക്കാം. എന്നാലും ഒരു തിരക്കും ഇല്ല ഇന്ന് കമ്പത്ത്. ഇവിടെ എല്ലാം ബ്ലോക്ക് ആയിരുന്നു. എന്ത് സംഭവിച്ചു? വിജയ് സർക്കാരിന്റെ ട്രാഫിക് പരിഷ്കാരമാണോ? നമുക്ക് ഇവിടെ ഒരു തമ്പീസ് തിയേറ്റർ ഉണ്ട്. അതിൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളിക്ക് നമ്മളവിടെ കുറച്ച് ഏലക്കാടൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. പുള്ളി ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലത്തെ സൈഡിൽ കാണുന്നതാണ് തമ്പീസ് തിയേറ്റർ. വിജയിയുടെ പടമൊക്കെ വെച്ചേക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? നമ്മ കമ്പം കണ്ടോ? ഇത് വിജയുടെ പുതിയ സിനിമയാണോ?
ജനനായകൻ അല്ലേ? കൊള്ളാലോ. ഇത് അമ്പലമാ അല്ലേ? ഇത് അമ്പലം, ഗണപതി അമ്പലം. ഗണപതി അമ്പലമാണ്. നല്ല രസമുണ്ട് ഇവിടെ ഇതെന്നാന്നറിയോ? വന്നിരിക്കാനല്ല, വൈകുന്നേരമൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. ഇത് നമ്മക്കമ്പം, അത് ജനനായകൻ. ഞാൻ തമിഴ് വായിക്കാൻ പഠിച്ചു. അതുകൊണ്ടോ ജാ നമ്മുടെ മലയാളത്തിന്റെ ജാ പോലെ തന്നെ അല്ലേ? ബാക്കിയൊക്കെ ചെറിയ വ്യത്യാസമുണ്ടോ? തമിഴ് വായിക്കാൻ പഠിച്ചു. തമിഴ് പഠിക്ക തെരിയുമാ? തെരിയാതാ? ഏത് അമ്പലവാ? അതെ. ഇത് ശിവാന്നാ. ഇത് ആണോ? ശ്രീ ശിവ. ഞാൻ വായിച്ചേ, ആദ്യത്തെ 2 വാക്ക് ശരിയായിരുന്നു, മൂന്നാമത്തേതുണ്ടല്ലോ ഗണേശ ആയിരുന്നു. ശ്രീ ശിവ ഗണേശ കോവില. അങ്ങനെ നമ്മ എങ്ക പോറേ தம்பி, நமக்கு இந்த இடம் எல்லாம் வந்து சுற்றி பார்க்கறதுக்கு போய் வர. தமிழ் பேச தெரியுமா? கொஞ்சம் கொஞ்சம் தெரியும், நல்லா தெரியும். கொஞ்சம் கொஞ்சம் தெரியும். இந்த பார்டர்ல நம்ம இருக்கும்போது மலையாளம் தமிழ் எல்லாம் பேச தெரியணும். இல்லைன்னா ഇതുണ്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ മുഴുവൻ നെൽപ്പാടമായിരുന്നു. നെല്ല് കൊയ്യുമായിരുന്നു നമ്മൾ വന്നപ്പോ. ഇതില് നമ്മൾ അവിടെ വരെ പോയത് ഓർക്കുന്നുണ്ടോ? അമ്പലത്തിന്റെ അവിടെ വരെ. അന്നേരം മഴ പെയ്ത് നമ്മൾ തിരിച്ചു കയറി പോന്നു. ഇപ്പൊ കണ്ടോ, കംപ്ലീറ്റ് ഒരുക്കിയിട്ടേക്കോ. ഇനിയിപ്പോ അടുത്ത നെല്ല് വിതയ്ക്കാനുള്ള പരിപാടിയായി. മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും. കടുകുപാടമാണെന്ന് തോന്നുന്നത്. കണ്ടോ ആ ഭാഗത്തല്ലേ? മഞ്ഞ. അത് കടുക. കുറച്ചിടം മാത്രം. അതൊരു പാറമടയല്ലേ കാണുന്നേ? അതാണ് KK-പെട്ടിയിലെ പാറമടയാ. അവിടെ പൊട്ടിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. ഇപ്പൊ വീണ്ടും അവര് നിർത്തി. ആണോ? ഇത് ചുറ്റും മലയല്ലേ? ചുറ്റും മലയാ. ഇതില് 4 മലയാണ് കാണുന്നത്. കാര്യം ചെയ്യാലോ, ഇവിടെ നമുക്ക് പാളയം വരെ പോയിട്ടുണ്ടോ? ഏതായാലും ചുമ്മാ ഇറങ്ങിയല്ലോ. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അതുകൊണ്ട് ആ മരത്തിന്റെ കീഴിൽ ഒത്തിരി പേര് ഇരിക്കുന്നതാണ്. സൺഡേ അവരുടെ ഇതൊക്കെ ഗ്രാമസഭയോ? ഗ്രാമസഭ ആയിരിക്കുമല്ല, അത് ഗ്രാമസഭയൊന്നും ആയിരിക്കും. ഇങ്ങനെ കമ്പനി കൂടുന്നതായിരിക്കും. ചേട്ടന്മാര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവര് ഞായറാഴ്ച കമ്പനി കൂടുന്നത്. ഇന്ന് വർക്കൊന്നുമില്ലല്ലോ. ഇങ്ങനെ നമ്മൾ വന്ന് പാളയമായി കേട്ടോ. പാളയത്ത് കണ്ടോ, വലത്തോട്ട് പോകുന്ന അത് ഇത് പഴയ റോഡാ കേട്ടോ. ഹൈവേ അപ്പുറത്തൂടെ പോയി. വലത്തോട്ട് പോയാൽ നമ്മൾ തേനി പോകുന്ന റൂട്ട്. അപ്പോൾ നമുക്ക് കോമ്പ റൂട്ടിലാണ് പോകേണ്ടത്. അവിടെയും ഒരാളെ കാണാനുണ്ട്. കോമ്പയിലോ? അവിടെ പോയി. നമ്മൾ നേരത്തെ കോമ്പേ വരുമല്ലായിരുന്നോ? അവിടെ ഒന്ന് പോയിട്ട് രാമക്കൽമേന്റെ അടിവശമൊക്കെ നല്ല രസമല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ പോകാൻ തോന്നും എപ്പോഴും. അവിടെ നല്ലൊരു ശാന്തസുന്ദരമായ സ്ഥലമാണ് കാണാനൊക്കെ. ഇവിടെ ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ. ഇവിടെ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ റോഡിലൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. അവർക്ക് എപ്പോഴും മറ്റേ അമ്പലങ്ങളിലൊക്കെ ഉത്സവവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിപാടികൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാനിപ്പോ ആളെ വിളിച്ചപ്പോഴേ പുള്ളി എന്തോ മീറ്റിങ്ങിൽ എന്തോ പങ്കെടുത്തിട്ട് കോമ്പയിലെ വീട്ടിലുണ്ട്. അങ്ങോട്ട് എല്ലാരാ പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാല്ലേ. ഇവിടെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. എന്തോ കാര്യമൊന്നറിയില്ല. ആൾക്കാരൊക്കെ ഒത്തിരി പേര് നിൽപ്പുണ്ട്. മരിച്ചടക്കാണോന്നും പറയാൻ പറ്റത്തില്ല. ആണോ? കണ്ടോ ശരിയാ. ഈ തമിഴ്നാട്ടിൽ വന്നാലേ ഇങ്ങനെ കാണാൻ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ കർണാടകയിലും ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് ഈ മരങ്ങൾ ഇങ്ങനെ കുട പോലെ നിൽക്കുകയല്ലേ. കണ്ടോ, റോഡിന്റെ അപ്പുറം ഇപ്പുറം എല്ലാം മരങ്ങൾ നിന്നിട്ട് ഇതിന്റെ ഏരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി നല്ല ഒരു പന്തൽ പോലല്ലേ. കർണാടകത്തിൽ എവിടെ കർണാടകത്തിൽ ആര്യവേപ്പുണ്ട്. കർണാടകത്തിൽ നമ്മൾ പോകുമ്പോൾ ഇതുപോലെ പുളി നിൽക്കുന്ന സ്ഥലമുണ്ട്. അതായത് കൽക്കട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയുണ്ട് ഇതുപോലത്തെ റോഡുണ്ടായിരുന്നു. സ്ട്രെയിറ്റ് റോഡാ. ഇതുപോലെ 2 സൈഡിൽ നിന്നും മരങ്ങൾ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. ഒരു നല്ല, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രാമ അന്തരീക്ഷമല്ലേ. പറഞ്ഞ് കോമ്പ ടൗണിലേക്ക് കുറെ കൂടെ ദൂരമുണ്ട്. പക്ഷെ അതിനിപ്പുറമുള്ള സ്ഥലമാണേലും നല്ല രസമല്ലേ. അത് ഇപ്പൊ ഈ സമയമാകുമ്പം ഇതാണ് മുരിങ്ങയൊക്കെ നല്ലപോലെ ആ ഭാഗമെല്ലാം കായ്ച്ചിട്ടുണ്ടായിരുന്നു. വന്ന ഭാഗം കായുണ്ട്, നല്ല കട്ടിക്കല നിക്കുന്നേ. ഇവിടുത്തെ മുരിങ്ങ രസമുണ്ട്. ഈ ആര്യവേപ്പേ എന്ന വെയിലാണേലും നല്ല കട്ടിക്കല്ലേ ഇലയെ, നല്ല തിക്കായിട്ട് ഇലയുണ്ട്. അതെന്നറിയാം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണ് ആര്യവേപ്പ് കൂടുതലുണ്ടാകുന്നത്. നല്ല വെയിലുണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ട് നല്ല തഴച്ചു വളരും. നല്ല ഔഷധ ഗുണമാണ്. പക്ഷെ ഇലക്ക് ഭയങ്കര കയ്പാ. അതൊക്കെ പറിച്ചിട്ട് കറി വെച്ച ആൾക്കാരൊക്കെ ഉണ്ട്.
അല്ല ഒരു പിടിയൊക്കെ നേരത്തെ പറിച്ച് ഒറ്റയടിക്ക് വാലിട്ട് തിന്നുക. പിന്നെ അതെ ഭയങ്കര കയ്പാ. വിഴുങ്ങുമായിരിക്കും. പക്ഷെ അല്ല നല്ലപോലെ ചരച്ചരക്കും. അയ്യോ അതിനെന്താ കയ്പ? അല്ല ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ആര്യവേപ്പിന്റെ തണ്ട് കൊണ്ട് പല്ല് തേക്കുമല്ലേ? പിന്നത്തേക്കും ഇല്ലല്ലേ, മാവിന്റെ. അല്ല ആര്യവേപ്പ് മറ്റ് നോർത്തിലേക്ക് മൊത്തം ആര്യവേപ്പ് ഉപയോഗിക്കുന്നു പല്ല് തേക്കാനോ? ആ, അവര് അതിന് കയ്പില്ലേ? അതിന്റെ കയ്പുണ്ട്, ചെറിയ കയ്പ്. ഇലക്കാ ഭയങ്കര കയ്പ്. അവരതിന്റെ കമ്പില്ലേ, കമ്പ് എടുത്തിട്ട് രാവിലെ കമ്പ് ഇഷ്ടം പോലെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. ചുമ്മാ ഓടിച്ച് അത് വായിലിട്ട് നല്ലപോലെ കടിച്ച് അവച്ച് അങ്ങനെ നടക്കും. മാവിലിട്ട് തേക്കും. നമ്മളേ ഇങ്ങനെ പോയി മിക്കവാറും സന്ധ്യയാവും. 4:45 നമ്മളെ രാമകൽമേന്റെ അടിവശത്തൊക്കെ ഒന്ന് പോകാന്നുകൊണ്ടായിരുന്നു. നോക്കാൻ പോകാൻ പറ്റുമോന്ന്. ആയില്ലേ? ഇനി ഒത്തിരി ദൂരം ഉണ്ടോ? ആയില്ല, കുറേ കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് കോമ്പയ്ക്ക് അടുത്തേ നമ്മൾ വരുമ്പം പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തൊട്ടടുത്തിരിക്കുന്ന ഒരു ഹോൾസെയിൽ തേങ്ങാ കച്ചവട സ്ഥലമാണ് ഇത്. ഇവിടുന്ന് മൊത്തം പൊതിച്ച് ഇവിടുന്ന് ആ വലിയ വണ്ടിക്ക് കയറ്റി പല സ്ഥലങ്ങളിലേക്ക് ആ ട്രാക്ടറിന് സാധനം കൊണ്ടുവരും തോട്ടത്തിൽ നിന്ന്. എന്നിട്ട് ഇവിടുന്നാണ് കയറ്റി വിടുന്നത്. തേങ്ങയുടെ മണം. ഞങ്ങൾ ഇന്നാളെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് വില ചോദിച്ചായിരുന്നു. അന്ന് ടണ്ണിന് വിലയാണ് അവർ പറഞ്ഞത്. ഇവിടുന്ന് ടണ്ണേജാ തൂക്കി പോവാ ചെയ്യുന്നത്. നമ്മൾ എന്നാ തരുവല്ലേ? തരും, ഒരു ടണ്ണായിട്ടൊക്കെ തരത്തുള്ളൂ. ടൗണിനകത്ത് വന്നു കേട്ടോ. ഇവിടെ നമുക്കൊരു വീട്ടിൽ പോകാനുണ്ട്. മുന്നേ പോകുന്ന സ്കൂട്ടിയെ പോകുന്ന ആളെ കണ്ടോ? നല്ല രസമല്ലേ ഇങ്ങനെ വഴി ഗ്രാമം പോലെ മഴയൊക്കെ പെയ്യാൻ. നല്ല രസം. പക്ഷെ ഇത് എങ്ങനെ വഴി പഠിച്ചെടുക്കുമെന്നാ ഞാൻ ഓർക്കുന്നത്. വീട്ടിലോട്ട് എങ്ങനെ പോകും ഇവരൊക്കെ? ഇവര് സ്ഥിരം പോകുന്നതുകൊണ്ട് പോവാം. നമ്മളൊരു പ്രാവശ്യം വന്നാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. എങ്ങനെ നമ്മൾ തിരിച്ചു പോകും? ഏതായാലും നമുക്ക് പോയി നോക്കാം. അയ്യോ ഇതന്നെ നല്ലേ. ചെറിയ വഴിയല്ലേ, കുഞ്ഞു വഴി, ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. എന്തേലും വീടും ആൾക്കാരും അല്ലേ? ഇവിടെ എവിടെയെങ്കിലും അല്ലേ? ഇതാ വണ്ടി. നമുക്കിപ്പോ ഇവിടെ എവിടെയെങ്കിലും കയറ്റിയിടാൻ വണ്ടി. അതും വഴിയാണ്. കാളവണ്ടി, കാള എല്ലാം കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടോ കേരളത്തിലെ മലകളാ മേളിൽ കാണുന്നതല്ല. നമ്മളിപ്പോഴേ അവിടെ ആ അണ്ണന്റെ വീട്ടിൽ കയറിയായിരുന്നു കേട്ടോ. അണ്ണന്റെ വീട്ടില് കൊറേ ആൾക്കാരുണ്ട്. 3-4 ആൺപിള്ളേരാന്ന് തോന്നുന്നല്ലേ? അണ്ണന് 2 ആൺപിള്ളേര്. നല്ല സ്നേഹമുള്ള വീട്ടുകാർ. കൊറേ ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടംപോലെ രസമൊക്കെ വെച്ച് നല്ല ചോറ് ചാപ്പാട്. രസം അവരുടെ കുളമ്പൊക്കെ വെച്ച് ചോറ്. അത് വിശക്കുന്നില്ല, വയറ് ഫുള്ളായിരുന്നു നമ്മുടെ. പക്ഷെ കഴിക്കാതെ മോശമല്ലേ? അവരെന്നാ വിചാരിക്കനി? അതുകൊണ്ട് നമുക്ക് മടിയാണെന്ന് അങ്ങനെ വല്ല ഓർത്തെങ്കിലും ഒന്ന് ഓർത്ത് പിന്നെ ഒരു വിധത്തിലൊന്ന് കഴിച്ചു. ആണോ? പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ആ രസം ഇന്നലത്തെ രസമാന്ന് പറഞ്ഞ അക്ക പറഞ്ഞു വേറെ കറി കൊണ്ട് തന്നത്. പക്ഷെ നമ്മള് രസമാ കൂട്ടിയത്. നല്ല അടിപൊളി രസമായിരുന്നു. അല്ലെങ്കിൽ ഇവരുടെ രസം ഒരു ഭയങ്കര ടേസ്റ്റാ. ഉണ്ടോ നമ്മുടെ മലകളിലെല്ലാം മഞ്ഞ് കയറി നിൽക്കുന്നത്. പാട്ടിമാരെല്ലാം നടക്കാൻ ഇറങ്ങിയതുണ്ടോ? ചെറിയ പുളി ഉണ്ടായി വരുന്നേ ഉള്ളൂ. പുളി ഉണ്ടായി കായ്ച്ചു. ഇതുണ്ടോ? ചെറുതല്ലേ? ചെറുതാ. ഇത് ചെറുതാ പക്ഷെ ഭയങ്കര പുളിയാ. പുളിയുടെ പൂവ് കണ്ടോ? നമ്മളിപ്പോ ഒരു നല്ല കളർഫുൾ പൂവ്. ഗ്രാമത്തിലാണുള്ളത്. ഇതിവിടെ ആള് താമസമൊന്നുമില്ല. ഇത് കൃഷിസ്ഥലങ്ങൾ മാത്രമാ. നമ്മുടെ 360 ഡിഗ്രി തെങ്ങുംതോപ്പും മലകളും. തെങ്ങുംതോപ്പും മലകൾ. അത് കണ്ടോ? നമ്മുടെ രാമക്കൽമേടാന്ന് തോന്നുന്നു അത് കാണുന്നത് അല്ലേ? അതിന്റെ അപ്പുറത്ത് കണ്ടോ നമ്മുടെ കാറ്റാടിപ്പാടം കണ്ടോ? കാറ്റാടി ഇറങ്ങുന്നത് കേട്ടോ? കൊള്ളാം അല്ലേ? ഇവിടെ ചൂടൊന്നും ഇല്ലല്ലേടാ ഇവിടെ? കാറ്റാ. പുളിയുണ്ടോ? പിന്നെ കുഞ്ഞു പുളിയാണെങ്കിലും നല്ല പുളി. കണ്ടിട്ട് തന്നെ പുളി തോന്നുന്നു. ഉപ്പും കൂടെ ഉണ്ടാക്കൊള്ളാം. നല്ല കണ്ടോ? അവിടെ കണ്ടോ ഒരു ചകിരി ഫാക്ടറി ഉണ്ടോ? കയർ ഫാക്ടറി കണ്ടോ? ചകിരി എല്ലാം റെഡിയാക്കി നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനി കയറാക്കി ഇവിടുന്ന് കയറ്റി വിടും. ഇവിടെ ഉണ്ടല്ലേ കയർസ്. നല്ല രസമല്ലേ ഈ തെങ്ങും തോട്ടത്തിനകത്തൂടെയുള്ള റോഡ് കാണാൻ? പക്ഷെ ആ ചകിരിയുടെ കളർ കണ്ടോ? പ്യൂർ വൈറ്റ് ആക്കി അല്ലേ? നല്ലപോലെ പ്രോസസ് ചെയ്തെടുക്കുന്ന. ഈ വഴി നമ്മൾ നേരെ ചെല്ലുന്നത് എവിടാന്നറിയാവോ? നേരത്തെ നമ്മൾ വന്ന് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. രാമക്കൽമേടിന്റെ അടിവാരത്തേക്കാണ് പോകുന്നത്. നമുക്ക് പോയി നോക്കാം. ഇത് കണ്ടോ? അണ്ണൻ കണ്ടോ സൈക്കിളും ചവിട്ടി പോകുന്ന കണ്ടോ? അതെ, മറ്റേ നല്ല പ്രായമുണ്ട്. പക്ഷെ തേങ്ങ കൂട്ടിയിട്ടിരുന്നില്ലേ അവിടെ?
അവിടുത്തെ ജോലിക്കാരനാന്ന് തോന്നുന്നു. പുള്ളിയുടെ സൈക്കിളിൽ 3 തേങ്ങ ഉണ്ട്. ഇത് കണ്ടോ നല്ല വഴുതനത്തോട്ടം നിൽക്കുന്നുണ്ടോ. വഴുതനത്തോട്ടം. പക്ഷെ വഴുതനയ്ക്ക് ഒരു വാട്ടമുണ്ട് അല്ലേ? വെയിലിന്റെ ആണോ? അത് വെള്ളം കുറവ്. ഇപ്പം വെള്ളം കുറവല്ലായിരുന്നു, മഴ വെയിലല്ലായിരുന്നു കൂടുതലും, മഴ കുറവല്ലായിരുന്നു. കായുണ്ട്, വഴുതനങ്ങ നിൽപ്പുണ്ട്. എല്ലാ തോട്ടത്തിലും ആളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. അവിടെയൊക്കെ ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനടി വശം ഒന്നും ഉണ്ടോ, നമുക്കൽമേട്ടൊക്കെ ആളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ മേളിലൊക്കെ ആളുണ്ടെന്ന് തോന്നുന്നു. അവിടെ വരെ പോയിട്ട് വരാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ തെങ്ങുംതോപ്പും. നമ്മളെ ഈ ഇപ്പൊ രണ്ടാംകുഞ്ഞല്ലേ ഓടിയത് റോഡെ? അതെ. നമ്മള് ഈ പിന്നെ കോമ്പയുടെ ഇവിടെ വരും, നമുക്കൽമേടിന്റെ അടിവശം ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നല്ലോ പോകുന്ന വഴിക്ക്. അതുകൊണ്ട് വല സൈഡ് കാണുന്ന മുന്തിരിയാ. കണ്ടോ, അത് തീർന്നിട്ട് പുതുതായിട്ട് ക്രോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പായി വരുന്നുണ്ട്. കണ്ടോ, ഒരു പറ്റം ആടുകൾ. കണ്ടോ, ഇത് ഒരു പറ്റം അല്ല കേട്ടോ, ഈ ഒരു പറ്റം റോഡില്. ഇനി വേറൊരു പറ്റം കണ്ടോ, തെങ്ങുംതോട്ടത്തിൽ നോക്കി. അത് കണ്ടോ, കണ്ടോ എന്തേലും ആടാന്ന് നോക്കി. ഇന്നത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അവര് തിരിച്ച് നാട്ടിൽ പോവാ. ഇതിനെ മേയ്ക്കാൻ പോകുന്നവർക്കേ ഇത്ര ആടിനെ നോക്കുന്നതിന് ഇത്ര കൂലി എന്നും പറഞ്ഞ. ആട് വേറെ, ആടിന് ഓണർ വേറെ ഉണ്ട്. ഇവരതിന്റെ നോട്ടക്കാരാ. ഇതുണ്ടോ, ഇത് മുന്തിരിത്തോട്ടോ. ഇല്ല കേട്ടോ, മുന്തിരി എല്ലാം വെട്ടിയിട്ട് പാഷൻ ഫ്രൂട്ട് ആയി പോയിട്ടേക്കുന്നത്. ഇത് പാഷൻ ഫ്രൂട്ടാ കണ്ടോ. ഇവിടെ ആയില്ലേ. ഓരോന്ന് മാറി മാറി അവര് പരീക്ഷിച്ചു പോകുന്നതായിരിക്കും. പക്ഷെ നല്ല ശാന്തസുന്ദരമായ സ്ഥലമല്ലേ. കൃഷിസ്ഥലങ്ങളായത്, താമസം എല്ലാം ഡൗൺ സൈഡിലും. ഇവര് താമസിക്കുന്ന എല്ലാം ഒരു സ്ഥലത്താ. ഇതെല്ലാം കൃഷിസ്ഥലങ്ങളാണ്. കൃഷിസ്ഥലങ്ങൾ ഇങ്ങനെ ഏരിയയില്, ഒത്തിരി ഏരിയയിലായിട്ട് ഇങ്ങനെ കൃഷിസ്ഥലങ്ങളും. കൃഷിയെല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകും. ഈ ഭാഗത്ത് അങ്ങനെ തങ്ങുന്നേ ഇല്ല ആരും. ഈ തെങ്ങിനെല്ലാം ഒരു വളവുണ്ടല്ലോ. തെങ്ങോ കണ്ടോ, എല്ലാത്തിനും ഒരു വളവ്. അതുകൊണ്ട് കണ്ടോ, അതിന്റെ ഇടയ്ക്ക് വേറൊരു സൈസ് ഒരു തെങ്ങ് നിൽക്കുന്നു. ഇത് ഇപ്പൊ ഈ തെങ്ങെല്ലാം പോകാറായി, ഇതിന്റെ ആദായം എല്ലാം തീരാറായില്ലേ. ഇനി ഇവര് ഇതിന് ഇടവഴി വേറെ തെങ്ങ് കയറ്റി പോകും. ഇത് തന്നെ ഒരു 3 ജനറേഷനാ നിൽക്കുന്നത്. അതൊക്കെ അതെ. ഇതിലോട്ട് വരുന്നുണ്ട് കണ്ടോ, ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ലൊരു മുന്തിരിത്തോട്ടോ. ഈ ഭാഗത്തെ നമ്മൾ ആദ്യം കണ്ടത് അവിടെ മുന്തിരി വെട്ടിയിട്ട് അവര് പാഷൻ ഫ്രൂട്ട് ഇട്ടേക്കുക. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇതുണ്ടോ, ഈ ഭാഗത്തുണ്ട്. ഇതുണ്ടോ, ചെന്തെങ്ങ് നിൽക്കുന്നുണ്ടോ. അതുകൊണ്ടോ, ഇത് കരിക്കിന് വേണ്ടി മാത്രം പോകുന്ന ഈ ചെന്തെങ്ങ് നിൽക്കുന്നത്. നല്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിനധികം ഹൈറ്റ് ഇല്ലല്ലേ? ഇല്ലില്ല, മറ്റേ തെങ്ങ് പോലെ അത്ര ഹൈറ്റ് വരികയല്ലേ ഇതിന്. പക്ഷെ ഓല കണ്ടോ, വലിയ ഓല. ഓലയൊക്കെ വലുതാ, പക്ഷെ ഹൈറ്റ് ഇല്ല. നല്ല ചെന്തെങ്ങിന്റെ തോട്ടമാണ് കേട്ടോ. ഈ രാമക്കൽമേടിനെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനാ മേളിൽ നിൽക്കുന്നതിൽ ഒരു സൗന്ദര്യം ഇവിടെ നിന്ന് താഴെ നിന്ന് നോക്കുമ്പോൾ നോക്കി അല്ലേ, എന്നാ ഹൈറ്റിലാ അല്ലേ. താഴെ മേളിൽ നിന്ന് നോക്കുമ്പോ ഈ തമിഴ്നാടിന്റെ വ്യൂ കാണാലോ. നല്ല രസമാണ്. കോട ഇറങ്ങുന്നതിന്റെ ഒരു സൈഡൊക്കെ കോടയായിട്ടുണ്ട്. സ്ട്രൈറ്റ് ലൈൻ, ഒറ്റ റോഡാ കണ്ടോ, അങ്ങ് വരെ. അങ്ങ് ലാസ്റ്റ് എൻഡിൽ ചെല്ലുമ്പോഴേ ഉള്ളൂ ഒരു ഇടത്തോട്ടൊരു തിരിവ്. ഇതുണ്ടോ, ഒരു പയറുപാടം കണ്ടോ, മൊത്തം പയറാ. അതാ മറ്റേ പച്ച പയറല്ലേ, വീതിയുള്ളേ. അതാ തോന്നുന്നു. ഇന്ന് അവധിയായിരുന്നോണ്ട് ആൾക്കാര് കുറച്ചു പേരൊക്കെ കാണണ്ട, പക്ഷെ ഇന്നാരും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാരും വന്നിട്ട് പോയതായിരിക്കും, സന്ധ്യ കയറായില്ലേ. അതെ അതെ. അങ്ങനെ നമ്മളിത് രാമക്കൽമേടിന്റെ അടിവാരത്ത് വന്നു കേട്ടോ. ചുറ്റിനും കൃഷിസ്ഥലങ്ങളാണ് മൊത്തം. ഒരു ഏരിയ കംപ്ലീറ്റ് മലകളാണ്. ഏറ്റവും മേളിൽ കാണുന്നതാണ് രാമക്കൽമേട്. ഇതിന്റെ അടിവാരത്ത് കണ്ടോ, അതാണ് അരുൾമികു രംഗനാഥ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. ഇത് എല്ലാ വർഷവും മലയാള മാസം കന്നിമാസത്തിലെ ശനിയാഴ്ചകളിലെ തുറക്കത്തുള്ളൂ. ഇത്തവണ നമുക്ക് തുറക്കുമ്പോൾ വരണേ. എല്ലാ തവണയും വിചാരിക്കും, പക്ഷെ നടക്കത്തില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു സുഖമല്ലേ. ആ വനത്തിനകത്തൂടെ കണ്ടോ, അവിടെ നിന്ന് ഒരു വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന കണ്ടോ, വെള്ളം ഒഴുകുന്നു. അവിടെ നിന്നൊരു വെള്ളച്ചാട്ടം, നല്ല രസമാണ് കാണാൻ. അത്ര ഏരിയയിൽ മാത്രമാണല്ലേ, ബാക്കിയെല്ലാം ഇതിന്റെ മേളെല്ലാം കോടമഞ്ഞ് കയറി കേട്ടോ.
അതെ, മലകളിലെല്ലാം മഞ്ഞ് കയറി. കുറച്ച് പേരൊക്കെ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കാണാനും. ചൂടൊന്നും ഇല്ലല്ലോ, നല്ല ചൂടൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല ശാന്തമായ അന്തരീക്ഷമല്ലേ. അതുകൊണ്ട് ഈ പുളികൾ കണ്ടോ, കുഞ്ഞു പുളി ഉണ്ടായി കിടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലുണ്ടായി. അതുകൊണ്ട് അത് പിഞ്ചു പുളിയാ കേട്ടോ, പറിച്ചെടുത്താൽ തിന്നു നോക്കായിരുന്നു. ഞങ്ങൾ തിന്നായിരുന്നു അപ്പുറം കുറച്ച്. അത് കൊള്ളാലോ, ചെറിയ പുളിയാ. ചെറിയതാണെങ്കിലും നല്ല പുളിയുണ്ട്. ഞങ്ങൾ തിന്നായിരുന്നു. പുളിയാ, നല്ല പുളിയാ. എന്റെ പല്ലെല്ലാം പുളിയും. പുള്ളി തിന്നുന്നവർക്കല്ല, കണ്ടു നിൽക്കുന്നവർക്കാ വായിക്കൂടെ വെള്ളം വരുന്നത്. അത് കണ്ടോ, ആ പാറ കണ്ടോ, അത് കണ്ടോ അല്ലേ, മറ്റേ കൊടയൊക്കെ നൂർത്ത് വെച്ചേക്കുന്ന പോലെ. നല്ല സ്ഥലം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടേ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഇരിക്കാൻ. വൈകുന്നേരമൊക്കെ ആയി, സന്ധ്യയായി. വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്നാൽ പതുക്കെ പോയാലോ. പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇനി എന്നാ വാങ്ങിക്കാനാ? പച്ചക്കറി എന്തേലും. അണ്ണന്റെ വീട്ടിൽ നിന്ന് ചോറ് വാങ്ങിച്ചു തന്നു. ഇനി ഇന്നത്തെ ഒന്നും കഴിക്കാൻ വേണ്ട, നാളത്തെ ഇച്ചിരി പച്ചക്കറി എന്തേലും മേടിക്കണം. പിന്നെ ചൊവ്വാഴ്ച ചന്ത വരാൻ സമയം ഉണ്ടെങ്കിൽ ഇന്ന് മേടിക്കണമെന്നില്ല. ഏതായാലും പോകുന്ന വഴിക്ക് നല്ല പച്ചക്കറി കിട്ടുകയാണ്, നമുക്ക് വാങ്ങിച്ചോണ്ട് കയറി പോകാം. എന്നാ പതുക്കെ പോകാല്ലേ. കണ്ടോ, ആ മലയുടെ അടിവാരത്തെ മഞ്ഞുമൊക്കെ ആയിട്ട് ആ മലയെല്ലാം മഞ്ഞേ മൂടി. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും അത് ഫാം ഹൗസ് ആണ്, അപ്പൂപ്പന്റെ ഫാം ഹൗസ്. അപ്പൂപ്പന്റെ കാളയും പശുവിനെ എല്ലാം കൊണ്ട് കെട്ടി അതിനെല്ലാം നോക്കി. നല്ല രസമല്ലേ അല്ലേ? ഓല കൊണ്ടാണ് അത് മറച്ചിരിക്കുന്നത്. ഷീറ്റ്, മണ്ട ഷീറ്റ്. അമ്മൂമ്മയുണ്ട് കേട്ടോ. അവരുടെ രണ്ടുപേരും കൂടെ സദനമാണത്. നല്ല രസമല്ലേ കാണാൻ? നല്ല രസമാണ്. ആ ഒരു മരം കണ്ടോ, ഒരു മരം ഉണങ്ങി നിൽക്കുന്ന ഒരു മരം കണ്ടോ ലെഫ്റ്റില്. അത് കണ്ട നമ്മളെ കറക്റ്റ് വരച്ചു വെക്കുന്ന പടം ഇല്ലേ, അതുപോലെ അല്ലേ ആ മരം കണ്ടോ? നല്ല രസമാണ്. അവര് രണ്ടും കൂടി ജോയിന്റ് ആകും, ആടും കൂടി. ഏലച്ചെടി ഇപ്പൊ നമുക്കൊരു മുളക് ഏലച്ചെടി എല്ലാം ചേർത്ത് ഒരേക്കർ போதும் ஒரு ஏக்கர் 2 ஏக்கர் இருந்தா போதும். அது வந்து பழப்பனாயத்தை நடத்திக்கலாம். பரவாயில்ல. എങ്ങനെയുണ്ട്? നമ്മളെ ഈ വിഷ്വലൊക്കെ കണ്ട് അങ്ങ് പോയി. പക്ഷെ കുറച്ച് ദൂരം ചെന്നപ്പോ പിന്നെ പുറകോട്ട് അതൊന്നുകൂടെ കാണണം തോന്നിട്ട് പിന്നെ തിരിച്ചു വന്നു. എന്നാണേലും കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞു. നല്ല രസം. ഈ വരച്ചു വെക്കുന്ന പോലൊക്കെ ഇരിക്കുന്നു. അത് കണ്ടോ, ആ മലയിൽ വെയിലിപ്പം അക്കരെ കണ്ടിട്ട് അങ്ങ് മതിയാകുന്നില്ലല്ലേ ഇവിടെ. എന്തോ ഒരു ഫീൽ, നൊസ്റ്റാൾജിക് ഫീലിംഗ് അല്ലേ? എങ്ങനെയുണ്ട്? നല്ല അലങ്കാരം. അമ്പലത്തിൽ എന്തോ പരിപാടിയായിരുന്നു തോന്നുന്നല്ലേ? അതെ, നല്ല രസമുണ്ട് കാണാൻ. രാത്രി ലൈറ്റ് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും അല്ലേ, ഉത്സവ സീസൺ പോലെ. ഇതെല്ലാം ടൗണിനാവും മൊത്തം അലങ്കരിച്ചേക്ക് കേട്ടോ. അതെ, കൊറേ ദൂരം ഉണ്ടല്ലോ. അത് വീടിനകത്തൂടെ മറ്റേ ഈ കൂടാരത്തിനകത്തൂടെ പോകുന്ന പോലെ. റൂഫ് ഡാർക്ക് അല്ലേ? ഓരോ സ്ഥലത്തിനും രാത്രിയില് വേറൊരു സൗന്ദര്യം, പകല് വേറൊരു സൗന്ദര്യം. എന്നാണ് നല്ല രസമുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.